ഡൊണാൾഡ് ട്രംപ് വ്ളാഡിമിർ പുടിനും തമ്മിലുള്ള സമാധാന ചർച്ചകളിൽ യുക്രൈനെ കൂടി ഉൾപ്പെടുത്തണമെന്ന ആവശ്യവുമായി സഖ്യകക്ഷികൾ രംഗത്ത്. UK, ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി, പോളണ്ട്, ഫിൻലാൻഡ് എന്നിവർക്കൊപ്പം യൂറോപ്യൻ കമ്മീഷനും ഈ ആവശ്യം മുന്നോട്ട് വച്ചിട്ടുണ്ട്. സംയുക്ത പ്രസ്താവനയിലാണ് ആവശ്യം. ആഗസ്റ്റ് 15-നാണ് ട്രംപ് പുടിൻ കൂടിക്കാഴ്ച. വിവരങ്ങളുമായി സുവി വിശ്വനാഥൻ ചേരുന്നു. സുവി, എന്തൊക്കെയാണ് കൂടുതലായി ലഭിക്കുന്ന വിവരങ്ങൾ? അനുശ്രീ, ട്രംപും പുടിനും തമ്മിലുള്ള കൂടിക്കാഴ്ച നടത്താൻ നിശ്ചയിച്ചതിനു പിന്നാലെ അന്താരാഷ്ട്ര ശക്തികൾ തമ്മിൽ വലിയ ഒരു ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുകയാണ്. പ്രധാനമായും യുക്രൈനെ കൂടി ഈ ചർച്ചയിൽ ഉൾപ്പെടുത്തണമെന്നാണ് സഖ്യകക്ഷികൾ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സംയുക്ത പ്രസ്താവനയിലൂടെയാണ് ഇത്തരത്തിൽ ഒരു ആവശ്യം സഖ്യകക്ഷികൾ ഉന്നയിച്ചിരിക്കുന്നത്. UK, ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി, പോളണ്ട്, ഫിൻലാൻഡ് എന്നിവരാണ് ഈ ഒരു ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. യൂറോപ്യൻ കമ്മീഷനും ഈ ആവശ്യവുമായി രംഗത്ത് വന്നിരിക്കുന്നു. പ്രധാനമായും ഇവർ പറയുന്നത് ഇതൊരു ത്രികക്ഷി ചർച്ചയല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള ഫലവും ഉണ്ടാകില്ല. രണ്ടുപേർ മാത്രം കൂടിയിരുന്ന് ചർച്ച ചെയ്തുകൊണ്ട് കാര്യമില്ല. റഷ്യയും അമേരിക്കയും മാത്രം ഇരുന്ന് ചർച്ച ചെയ്തുകൊണ്ട് കാര്യമില്ല. യുക്രൈനെ കൂടെ ഉൾപ്പെടുത്തിയാൽ മാത്രമേ ഈ ഒരു ചർച്ച ഫലവത്താവുകയുള്ളൂ എന്നാണ് പറയുന്നത്. പ്രധാനമായും സെലൻസ്കിയെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ത്രികക്ഷി യോഗം നടത്താൻ തയ്യാറാണ് എന്ന് വൈറ്റ് ഹൗസ് പറയുന്നുണ്ട്. പക്ഷേ ഇത്തവണ അത് ഉണ്ടാകില്ല. ഇത്തവണ റഷ്യയും ട്രംപും തമ്മിൽ, അതായത് പുടിനും ട്രംപും തമ്മിലായിരിക്കും ചർച്ചയുണ്ടാവുക. മറ്റ് ആരെയും ഈ ചർച്ചയിൽ ഉൾപ്പെടുത്താൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് വൈറ്റ് ഹൗസിൽ നിന്ന് പുറത്തുവരുന്നത്. പക്ഷേ ഇതിനെതിരെ വലിയ സമ്മർദ്ദമാണ് സഖ്യകക്ഷികളിൽ നിന്ന് ഉയരുന്നത്. അതുകൊണ്ട് ഈ ഒരു തീരുമാനം മാറാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും അന്താരാഷ്ട്ര തലത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെടുന്നതാണ് ട്രംപും പുടിനും തമ്മിലുള്ള കൂടിക്കാഴ്ച. 10 വർഷത്തിന് ശേഷമാണ് രണ്ട് വലിയ ശക്തികൾ തമ്മിൽ, അതായത് അന്താരാഷ്ട്ര ശക്തികൾ തമ്മിൽ ഒരു കൂടിക്കാഴ്ചയുണ്ടാകുന്നത്. റഷ്യയും അമേരിക്കയും തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടക്കുന്നത്. യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ കൂടിക്കാഴ്ച എങ്കിൽ കൂടിയും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ഏർപ്പെടുത്തിയ ഇറക്കുമതി തീരുവയും ഇതിൽ ചർച്ചയാകുമോ എന്നൊരു സംശയവും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അക്കാര്യത്തിൽ ഒരു വ്യക്തതയുണ്ടായിട്ടില്ല. പ്രധാനമായും റഷ്യ യുക്രൈൻ സമാധാന ഉടമ്പടിയായിരിക്കും ചർച്ചയുണ്ടാവുക. ഇതിൽ യുക്രൈൻ്റെ 2 പ്രവിശ്യകൾ റഷ്യക്ക് വിട്ടുകൊടുക്കുന്നത് സംബന്ധിച്ച കാര്യത്തിലും തീരുമാനമാകും എന്നാണ് ഇത് സംബന്ധിച്ച കരാർ തയ്യാറാക്കുന്നവരിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു പ്രവിശ്യയും വിട്ടുകൊടുക്കാൻ തയ്യാറാകില്ല എന്ന് യുക്രൈൻ ഇന്നലെ നിലപാടെടുക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് എത്രത്തോളം ഫലവത്താകും എന്നൊരു കാര്യത്തിൽ ആശങ്കയുണ്ട്. ഏതായാലും സഖ്യകക്ഷികൾ സമ്മർദ്ദം ശക്തമാക്കുകയാണ്. പ്രധാനമായും ഉന്നയിക്കുന്നത് യുക്രൈനെ കൂടെ ഈ ചർച്ചയുടെ ഭാഗമാക്കണം എന്നാണ്. അനുശ്രീ, അതാണ് ട്രംപ് പുടിൻ കൂടിക്കാഴ്ചയിൽ ഓഗസ്റ്റ് 15-ന് നടക്കാനിരിക്കുന്ന കൂടിക്കാഴ്ചയിൽ യുക്രൈനെ കൂടി ഉൾപ്പെടുത്തണമെന്ന ആവശ്യവുമായി സഖ്യകക്ഷികൾ രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. സുവി വിശ്വനാഥനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.